വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 413, അതായത് ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ആ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോവിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യ സീനിൽ കാണിക്കുന്നത് ശിവാനിയും ദിയും ഇവിടെ വഴക്കിടുന്നത് പോലെയാണ്. അപ്പോൾ അവിടേക്ക് നീല് വരും. എന്നിട്ട് എന്താണ് വഴക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദിയ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നീലും ഇവളെൻ്റെ പാൻറ് എടുത്തിട്ട് പോയി എന്ന രീതിക്ക് പറയും. എന്നിട്ട് കൂടെ അതൊരു പുതിയ പാൻറ്റായിരുന്നു, അത് നല്ല പാൻറ്റായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു എന്ന രീതിക്ക് പറയുമ്പോൾ ശിവാനി പറയും അത് ഒട്ടും കൊള്ളില്ല, കൂറ പാൻറ്റായിരുന്നു എന്ന രീതിക്ക് പറയും. അങ്ങനെ ഇവരുടെ ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഭവാനിയമ്മ എന്തൊരു വഴക്കാണ് ഇതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കയറി വരുന്നുണ്ട്. ദേഷ്യത്തോടെ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭവാനിയമ്മ അങ്ങനെ നേരം വെളുത്തോടെ എന്തൊരു വഴക്കാണിതെന്ന് കണ്ടിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദിയ പെട്ടെന്ന് ഭവാനിയമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കും. അത് കണ്ടിട്ട് ശിവാനി ഭവാനിയമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പോഴും ചിരിക്കും. നീലും നോക്കിയിട്ട് നീലും ചിരിക്കും. നോക്കുമ്പോൾ ഭവാനിയമ്മയുടെ മുഖത്ത് ആരോ മീശ വരഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇതറിയാതെ ഭവാനിയമ്മ എന്തിനാണ് ചിരിക്കുന്നത്, സീരിയസ് ആയിട്ട് വർത്താനം പറയുമ്പോൾ എന്ന രീതിക്ക് ചൂടാവുന്നുണ്ട്. എന്നിട്ട് അടുത്ത സീൻ തന്നെ ഭവാനിയമ്മ കണ്ണാടിയിൽ നോക്കുന്നുണ്ട്, ഭവാനിയമ്മയുടെ മുഖത്ത് ആരോ മീശ വരച്ചു വെച്ചു എന്നുള്ളത്. അടുത്ത സീനിനെ ഭവാനിയമ്മ ഹാളിൽ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇത് ആരാ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിയ പറയുന്നുണ്ട് ഞാനൊന്നും അല്ല എന്ന രീതിക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ഭവാനിയമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് ആര് ചെയ്താലും അവനെ കൊണ്ട് മാത്രമേ ഇത് തുടപ്പിക്കത്തുള്ളൂ, അല്ലാതെ അത് മുഖത്തുനിന്ന് കഴുകിക്കളയില്ല എന്ന രീതിക്ക് ഭവാനിയമ്മ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് കേശു അടുത്ത സീനിൽ ദിയയോട് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. സംഭവം സീരിയസ് ആണ് കേട്ടോ എന്ന രീതിക്ക് കേശു ദിയയോട് പറയുന്നുണ്ട്. അടുത്ത സീന് തന്നെ ഭവാനിയമ്മ സോഫയിൽ ഇരുന്നിട്ട് കൺഫ്യൂസ് ആയിട്ട് പിന്നെ ഇത് ആരാ ചെയ്തത് എന്ന രീതിക്ക് കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രോമോൻ്റെ അവസാനം ഒരു ഹൈലൈറ്റ് സീൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേശും ശിവാനിയും ആ ഒരു ഊഞ്ഞാലിട്ടിരിക്കുന്ന അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ ഒരു സീനുണ്ട്. അതിൽ ശിവാനി കേശുവിനോട് ഭയങ്കര ചിരിച്ചിട്ട് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. രാവിലെ ഒരു തമാശ നടന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മയുടെ മുഖത്ത് ഒരുത്തൻ മീശ വരയ്ക്കുന്നടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് കേശു ഒരു വളഞ്ഞ് ചിരിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ശിവാനി പറയുന്നുണ്ട് അപ്പം തന്നെ ഞാൻ കൈയോടെ അത് വീഡിയോ എടുത്തിട്ട് പറയുമ്പോൾ കേശു ആ ചിരി നിർത്തിയിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ എൻഡായി. ഇപ്പോൾ ഈ ഒരു പ്രോമോയിൽ നിന്ന് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഭവാനിയമ്മയുടെ മീശ തന്നെയാണ്. അതായത് പ്രോമോയിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ കേശു ഭവാനിയമ്മയുടെ മീശ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആരാണെന്ന് അറിയാതെ ഭവാനിയമ്മ എല്ലാവരുടെ ചൂടാവുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടുപിടിക്കാതെ ആ മീശ മായ്ച്ച് കളയില്ല എന്ന് ഭവാനിയമ്മ പ്രതിജ്ഞ എടുത്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ശിവാനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കേശുവാണ് വരച്ചത് എന്ന്. എന്നിട്ട് പ്രോമോൻ്റെ അവസാനം കേശുവിൻ്റെ അടുത്ത് പോയി ശിവാനി പറയുന്നുണ്ട് നീ അല്ലേ വരച്ചത് എന്ന രീതിക്കുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന രീതിക്ക് ശിവാനി പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു മീശിൻ്റെ പേരിൽ ചൊല്ലിയുള്ള ഭവാനിയമ്മയുടെ ആ ഒരു പ്രഷറും ടെൻഷനൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത്ര നാളായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റീ എൻട്രി ഇല്ല, അതായത് ബാലു ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലച്ചും ഉപ്പുമുളയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതല്ല. പ്രോമോയിൽ എവിടെയും തന്നെ നമ്മൾ രാംകുമാറേയും ഹൈമോദിയും കണ്ടില്ല, പക്ഷേ അവരെ കറക്റ്റായിട്ട് എവിടെയെങ്കിലും എപ്പിസോഡിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അവരെ കറക്റ്റായിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അവരെ എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.